ഇന്ന് രാവിലെ ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയുണ്ടായി. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് പ്രസ്തുത പുസ്തകത്തിൻ്റെ പേര്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ കണ്ടിട്ടാണ് ലോകർ ഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്ന് പറയുകയുണ്ടായി. അത് വലിയ വിവാദമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ മനസ്സിൽ നിന്ന് പിഴുതെറിയുവാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ്. അന്ന് ഗാന്ധിജിയുടെ അറിയപ്പെടാത്ത ഒരുപാട് സ്വഭാവ ഗുണങ്ങളും മുഖങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ദീർഘമായ ലേഖനം എഴുതണം, അതൊരു പുസ്തക രൂപത്തിൽ ഇറക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ വീണ്ടും വായിക്കാൻ തയ്യാറായത്. ആ വായനക്കിടയിൽ ഇന്നോളം ഗാന്ധിജിയെ സംബന്ധിച്ച് പൊതുസമൂഹം അറിയാത്തൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായിരിക്കുന്നത്. ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മതാന്ധതയുടെ ശക്തികൾക്കെതിരായ നമ്മളാൽ കഴിയുന്ന ഒരു ഇടപെടൽ, അതായിരുന്നു യഥാർത്ഥത്തിൽ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതുന്നതിന് പ്രേരിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ എൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആശയം, എൻ്റെ മനോഗതം, ബോധ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ സുഹൃത്തിന് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കത്തിൻ്റെ പൂർണ്ണ രൂപവും ചേർത്തിരുന്നു. 2006 കേരള നിയമസഭയിലേക്ക് പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നത്. അന്ന് അതിലേക്ക് നയിച്ച കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അതിനുശേഷം 18 വർഷമായി മലപ്പുറം ജില്ലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIM-ൻ്റെ സ്വതന്ത്ര MLA ആയി ഈ ഉള്ളവൻ തുടരുകയാണ്. ഒന്നര വർഷവും കൂടി കഴിയുമ്പോഴേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇത്തരം ഒരു പുസ്തകത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് ആ പുസ്തകത്തിൻ്റെ അനുബന്ധമായി പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനം, പൊതുരാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ ഒന്നുമല്ല. പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും വളരെ അടുത്ത് നിൽക്കുന്നതാണെങ്കിലും പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതെ തന്നെ നമുക്ക് പൊതു പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തുടരാവുന്നതാണ്. 20 വർഷം 4 ടേം ഈ ജില്ലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA തുടർച്ചയായി ജയിച്ചു വരുന്നത് ആദ്യമായിട്ടായിരിക്കും. ഈ 20 വർഷത്തിൽ 5 വർഷം CPIM എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള അയാളെ മന്ത്രിപദത്തിൽ അവരോധിക്കുകയും ചെയ്തു. CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
എന്നോട് കാണിച്ച സ്നേഹവായ്പിന് അതിരുകളില്ല. അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ് എനിക്കുള്ളത്. ഞാനത് സുഹൃത്തിനൊരു മറുകുറിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ ടൈറ്റിലിന് കീഴിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സമീപകാലത്തായി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ കാര്യത്തിൽ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എൻ്റെ സുഹൃത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIM-ൻ്റെ സ്വതന്ത്ര MLA, എന്നെപ്പോലെ തന്നെ സ്വതന്ത്ര MLA ആയി പ്രവർത്തിക്കുന്ന ശ്രീ PV അൻവർ കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ച്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ ചില ശരികളുണ്ട് എന്ന് ഞാൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും എല്ലാം കാണുകയും ചെയ്തിരുന്നു. കേരളത്തിൽ മൊത്തം നമ്മളുടെ പോലീസ് സേനയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അൻവറും പറഞ്ഞിട്ടില്ല, ആ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞാനും പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ആ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ ചില വസ്തുതകളുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും അവയെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാക്കുന്നത്. ആ അന്വേഷണ സംവിധാനം രൂപീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത് സമർപ്പിച്ചാൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഭാഷ്യം അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ്റെ അഭിപ്രായം എന്ന് അറിയുകയുള്ളൂ. ആ അഭിപ്രായം വരുന്നത് വരെ കാത്തിരിക്കാം എന്നുള്ള നിലയിൽ ശ്രീ PV അൻവറിനോട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഷ്യത്തിൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അതോടുകൂടി പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടന്നു. മലപ്പുറം ജില്ലയിലെ മുൻ SP സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം വന്ന SP ശശിധരനെ സ്ഥലം മാറ്റി. കേരളത്തിൻ്റെ ADGP-ക്കെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്ന് കണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹത്തിനെതിരായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്.